എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. പൊങ്കാല ഇട്ടു, തിളച്ചു. നമ്മള് പൊങ്കാല ഇനിയിപ്പം ഭഗവതിക്ക് നേദിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം. ഇത്തവണയും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വരാൻ സാധിച്ചു, പൊങ്കാല ഇടാൻ സാധിച്ചു. എൻ്റെ അമ്മയുണ്ട്, ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് എറണാകുളത്ത് നിന്ന് 5-6 പേര് വേറെയും ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് വന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ വന്ന് അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ സാധിച്ചു എന്നത് അമ്മയുടെ തന്നെ മഹാ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയ സമയത്ത് അമ്മയെ കണ്ടു, തൊഴുതു. പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേദികളിലും ഒക്കെ ചെയ്യുന്നത് അത് എപ്പോഴും നമ്മൾക്ക് കലാകാരന്മാർക്ക് അതൊരു കൗതുകം തന്നെയാണ്. കാരണം 3 സ്റ്റേജിലും അറ്റ് എ ടൈം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങളുടെ ഡാൻസ്, ഇവിടെ കച്ചേരി, ഗാനമേള എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഏത് കാണണം എന്നൊക്കെ ഉള്ള ഒരു കൗതുകമായിരുന്നു. 2 ദിവസവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഈ ഒരു ഉത്സവം നമുക്ക് ഞാൻ ഒരുപാട് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വരാറുണ്ട്. ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. പത്മനാഭന്റെ ആറ്റുകാലമ്മയുടെയും മണ്ണിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്. പക്ഷെ വളർന്നത് ആലപ്പുഴയിലാണ്. ഇപ്പോൾ എറണാകുളത്താണ്. അപ്പം എന്തുകൊണ്ടും ഇവിടെ വരിക, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് മാത്രമാണ് പണ്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ആറ്റുകാല അമ്പലത്തിൽ ഇങ്ങനെ ഒരു പൊങ്കാല അനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്, നൃത്ത പരിപാടികളൊക്കെ. കഴിഞ്ഞ 2 വർഷമേ ആയിട്ടുള്ളൂ പൊങ്കാലയായിട്ട് ഇടാൻ വരുന്നത്. സാധാരണ അമ്മയുടെ അമ്മമ്മയാണ് എല്ലാ വർഷവും ഇടല് പതിവ്. അമ്മമ്മ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല, ഭഗവാന്റെ അടുത്തേക്ക് പോയി. അപ്പൊ എനിക്ക് തോന്നി ഒരു പകരക്കാരി എന്ന നിലയിലായിരിക്കും എനിക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മുടങ്ങിയിട്ടില്ല. ഇനിയും അങ്ങോളം മുടങ്ങരുതേന്ന് മാത്രമുള്ള പ്രാർത്ഥനയുള്ളൂ. ഓരോ അമ്മമാർ ചോദിക്കുമ്പോൾ ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടൊക്കെയാണ് പൊങ്കാല ഇടുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതമ്മ സാധിച്ചു തന്നു. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കരിയർ നന്നായി പോകുന്നു അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് കഴിഞ്ഞ ഒരു 25 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പൊ ആ 25 വർഷമായിട്ട് നമ്മൾ ഈ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ നന്നായിട്ട് പോകുന്നു. സീരിയൽസും ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അതും വരാനുണ്ട്. അപ്പൊ അങ്ങനെ നന്നായിരിക്കുന്നു.